നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വണ്ടി ഒന്ന് നിർത്തിയേ, ഛർദിക്കാൻ വരുന്നു എനിക്ക്. ഒരു കാര്യം ഇന്നത്തോളം പറയാം, ആരൊക്കെ തടസ്സം നിൽക്കാൻ നോക്കിയാലും നാളത്തെ കല്യാണം മുടങ്ങില്ല. അതെ, അത് ഈശ്വര നിശ്ചയമാ. ഭഗവാനെ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാലെങ്കിലും ഒരാശ്വാസം കിട്ടുമോ? അമ്മേ, നീ റെഡിയായോ? വാ, എന്നാ ഇറങ്ങാം. ഏട്ടൻ എവിടെയാണെന്ന് ഒരറിവില്ലല്ലോ. കാണാത്തപ്പോ എന്തോ വല്ലാത്തൊരു പേടി. എവിടെയായാലും ഇന്ന് ഈ കാര്യം കഴിയുന്നതുവരെ അവനെ തടഞ്ഞു നിർത്താൻ ദൈവത്തിന് തോന്നട്ടെ. അമ്മ, പുറപ്പെടലാം. ഇറങ്ങാം ശരവണ. ഞാനും നീയും രാമകൃഷ്ണേട്ടനുമായി ഒരു കാറിൽ ആദ്യം അങ്ങ് പോവാം. ശരിയമ്മ. അവിടെ നമ്മൾ ചെന്ന് എല്ലാം സെറ്റ് ചെയ്യുമ്പോഴേക്കും നിത്യയും ഹരിയും അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. അപ്പടിയാവട്ടോ അമ്മ. അമ്മ ഭയന്താ എപ്പടിയമ്മ. അമ്മ ധൈര്യമാ ഇരിക്ക വേണ്ടമ്മ. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. തോറ്റുപോയാ അത് മരണത്തിന് തുല്യമാണ്. അമ്മ പോകില്ലമ്മ. സുജാതെ, രാമകൃഷ്ണേട്ടാ, നമുക്കിറങ്ങാം സുജാതെ. അവരെല്ലാരും കൂടെ വരട്ടെ. അല്ല, ജ്യോതിമോള് അവരുടെ കൂടെ വരില്ലേ? വരാം. സുജാതെ, പ്രാർത്ഥനയാണ് ലോകത്തെ ഏറ്റവും വലുത്. നമ്മുടെ പേടികളൊക്കെ മാറ്റാൻ അതുകൊണ്ട് സാധിക്കും. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക. ബാക്കിയെല്ലാം ആ തീരുമാനത്തിൽ അങ്ങ് വിട്ടേക്കുക. കേട്ടോ? സമാധാനായിട്ടിരിക്കുക. നിത്യമോളെ, മോളെ, അമ്മ ഇറങ്ങുകയാണ്. ഞാനും വരുന്നുണ്ട്. ശരവണ, നീ എങ്ങോട്ടാ വരുന്നേ? ഈ വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞേറി പോയ നിനക്ക് നാണവും മാനവും ഒന്നും ഇല്ലേ? കയറി പൊടിയാത്ത്. ഈ വണ്ടിയെ ഞങ്ങൾക്ക് പോകാനുള്ളതാ, മനസ്സിലായോ നിനക്ക്? എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന ജീവൻ പോലും രക്ഷപ്പെട്ടു കാണും. ഇനി എന്തായാലും രജിസ്ട്രേഷൻ നടക്കും. ഇനി എന്ത് പറഞ്ഞിട്ടാ എനിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുക? ഞാനങ്ങനെ ചെയ്താല് ആരാണ് സഹിക്കുക? എല്ലാം അവസാനിപ്പിക്കാന്ന് നിത്യയ്ക്കൊരു വാക്ക് കൊടുക്കാൻ പോലും ആവുന്നില്ലല്ലോ. അതിലും തോറ്റുപോവുകയാണല്ലോ. ടീച്ചറമ്മേ, അച്ഛാ, വാ, നമുക്ക് പോവാം. ഒന്ന് വേഗം വാ.
കേറ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഹരിയേട്ടന്റെ ഒപ്പം കയറാൻ. ഇറങ്ങാനൊന്നും പറയണ്ട, ഞാൻ ഇറങ്ങില്ല. ഇവളെന്ത് ചെയ്യാന്? കൂടി വന്ന വിവാഹം മുടക്കും. അത് തന്നെയാണല്ലോ എൻ്റെ നിത്യയുടെ ആവശ്യം. നിത്യ കയറിക്കോ. മുഹൂർത്തമൊന്നും തെറ്റിയിട്ടില്ലല്ലോ ഹരിയേട്ട. എല്ലാം നന്നായി നടക്കേണ്ടതല്ലേ? നിന്റെ പ്രാർത്ഥന അങ്ങനെ ആയതുകൊണ്ട് എല്ലാം നന്നായിട്ട് നടക്കും. നിത്യ കയറിക്കോ. ഹരി, അല്പം പതുക്കെ പോയാൽ മതി. അതെന്താ, രജിസ്റ്റർ ഓഫീസിൽ സമയത്തിനെത്തണ്ടേ? അതോ നിത്യക്ക് താല്പര്യമില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. ഈ വഴിവക്കിലൊക്കെ ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും. അതിനൊന്നും താൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. നിത്യാമ്മേ, കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ പാർട്ടി ഇല്ലേ? ആ പാർട്ടി വേണം, പാർട്ടി വേണം. അച്ഛാ, ഞാനൊരു ഹോട്ടലിൽ പറയാം, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഇപ്പൊ കൈവിട്ടു പോയാ എന്നേക്കുമായി കൈവിട്ടു പോവും. വണ്ടിയൊന്ന് നിർത്തിയേ, ഛർദിക്കാൻ വരുന്നു എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.